എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ ഏവരെയും ഒരിക്കൽ കൂടി ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഷംനാദ് അബ്ദുൾ റഹീം. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്, ബിസിനസ് ചെയ്യുന്ന ഏതൊരാളിനെ സംബന്ധിച്ചിടത്തോളം അറിയാം ഇപ്പോഴത്തെ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. കമ്പാരിറ്റീവ്ലി നമ്മൾ നേരത്തെ ചെയ്തു വന്നിരുന്ന ആ ഒരു ബിസിനസ്സിൻ്റെ ഫ്ലോ കുറവാണ് മുൻ മാസങ്ങളെക്കാൾ ഇപ്പോൾ. അത് നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണോ നമുക്ക് ഇമ്പോർട്ടൻ്റ്, അതിൻ്റെ ആ ഒരു ആവശ്യകത മനസ്സിലാക്കി മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സ്പെൻഡ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസസ് ആണെങ്കിലും വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുന്ന ഒരു ടൈമാണ് ഇപ്പോൾ ഈ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിൽ റിക്വയർമെൻ്റ് ഉള്ള സാധനങ്ങൾ മാത്രം മെയിനായിട്ട് സ്റ്റോക്ക് ചെയ്തുകൊണ്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം മൂവ്മെൻറ്റ് ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ ബൾക്ക് പർച്ചേസ് ചെയ്ത് നമ്മുടെ സ്റ്റോക്കിലേക്ക് കയറ്റാതിരിക്കുക. കാര്യം മാക്സിമം ലയബിലിറ്റി ഒഴിവാക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമുക്കൊക്കെ ഇപ്പോൾ അറിയാം, നേരത്തെ 5,000 സ്ക്വയർ ഫീറ്റ് 7,000 സ്ക്വയർ ഫീറ്റ് വരെ വന്നിട്ടുള്ള വീടുകളുടെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് എല്ലാം 2,000-ൽ താഴെയാണ് കൂടുതലും വരുന്നത്. കാര്യം ആൾക്കാരൊക്കെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ ഇത്രയും വലിയ വീടുകളൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാർ പുതിയതായിട്ട് വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ വീടിനകത്ത് അധികം ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന്. പക്ഷേ പണ്ട് ഇവരത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിരുന്നില്ല. അവരുടെ അനുഭവമാണ് ഇപ്പോൾ അത് ബാക്കിയുള്ളവരോട് പറഞ്ഞു കൊടുക്കുന്നത്. കാര്യം വീടിനകത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു ഇൻകം കിട്ടുന്നില്ല. ഇപ്പോൾ NRIs ആണെങ്കിലും നാട്ടിൽ ഗവൺമെൻറ് എംപ്ലോയീസ് ആണെങ്കിലും ബിസിനസ് ചെയ്യുന്നവരാണെങ്കിലും അവരുടെ ആ ഒരു ലൈഫിലുള്ള കംപ്ലീറ്റ് ക്യാഷ് കൊണ്ടുവന്ന് ഒരു വീടിനകത്തോട്ട് അങ്ങ് സ്പെൻഡ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ബാക്കിയുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ക്യാഷ് സ്പെൻഡ് ചെയ്യാനുണ്ടാവില്ല, ഉള്ളത് മൊത്തം വീട്ടിനകത്ത് കയറിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പുതിയ ആൾക്കാർ, പുതിയ റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് എല്ലാം വളരെ കുറഞ്ഞ രീതിയിലുള്ള കാര്യം. ആൾക്കാർ പഠിച്ചു, ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ക്രൈസിസും ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും പഠിച്ചു കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിലെന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു ബിൽഡർ അല്ലെന്നുണ്ടെങ്കിൽ ഒരു കോൺട്രാക്ടർ കൺസ്ട്രക്ഷൻ സബ് എടുത്ത് ചെയ്യുന്ന ഒരാൾ വീട്ടുകാരുടെ കയ്യിൽ നിന്ന് നല്ലൊരു എമൗണ്ട് അഡ്വാൻസ് വാങ്ങുന്നു. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം പറയാം, ഈ അഡ്വാൻസ് വാങ്ങുന്ന എമൗണ്ടിന് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ഇവരുടെ വീട് പുതുക്കി പണി, അതല്ലെന്നുണ്ടെങ്കിൽ ഇവർ പുതിയ വീട് വെക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ പോയിട്ട് ഈ വാങ്ങുന്ന അഡ്വാൻസ് എമൗണ്ട് ഇനിഷ്യൽ പേയ്മെൻ്റ് ആയിട്ട് കൊടുത്തിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് EMIയിൽ ഒരു പ്രീമിയം വെഹിക്കിൾ അങ്ങ് വാങ്ങി. എന്നിട്ട് ഇവർ കടന്ന് പെടുന്ന പാട് നമ്മൾ കാണുന്നുണ്ട്. കാര്യം, ഒരു പ്രൊജക്റ്റിൻ്റെ അഡ്വാൻസ് വാങ്ങിയിട്ട് ഇവരത് സ്പെൻഡ് ചെയ്യുമ്പോൾ ഇവർ തിങ്ക് ചെയ്യുന്നത് അടുത്ത ഒരു പ്രൊജക്റ്റിൻ്റെ അഡ്വാൻസ് വാങ്ങിയിട്ട് ഇത് മീറ്റപ്പ് ചെയ്യാന്നുള്ളതാണ്. കാര്യം പഴയ ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ അല്ല ഇപ്പോൾ ഉള്ളത്. ആ ഒരു ഫ്ലോ ശരിക്കും മാറിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർ ശരിക്കും ശ്രദ്ധിക്കുക. കാര്യം നിങ്ങളുടെ നിലനിൽപ്പിനെ അത് ബാധിക്കും. അപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യമാണിത്. കാര്യം ഒരാളിൻ്റെ കഷ്ടപ്പാടിൻ്റെ റിസൾട്ടാണ് ഒരു വീടെന്ന് പറയുന്നത്. ആ ആളിൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് നമ്മുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ശരിയായ കാര്യമല്ല. നമ്മളതിൻ്റെ പ്രോഫിറ്റിൽ നിന്ന് എടുത്ത് നമുക്കത് ചെയ്യാം, അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് നിന്ന് നമ്മൾ എടുക്കുമ്പോൾ ശരിക്കും നമ്മളത് ഡൗണിലേക്ക് പോകും. കാര്യം പിന്നെ നമ്മളുടെ കൺട്രോളിൽ അത് നിൽക്കാതെ വരും. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ സൂക്ഷിച്ച് മാത്രം സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഇൻഫർമേഷൻ ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നാൽ മതി. ഇതിപ്പോൾ ആരെയും ഉദ്ദേശിച്ചുകൊണ്ടോ ഒന്നുമല്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിനകത്ത് ഇതൊന്ന് ഉൾപ്പെടുത്തുക. പിന്നെ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതുപോലെ ഒരു കോൺട്രാക്ടർ ഒരു കസ്റ്റമറെ അപ്രോച്ച് ചെയ്തതിന് ശേഷം ആ ആളിൽ നിന്ന് മാക്സിമം ആ ഒരു വിശ്വസ്തത ഇദ്ദേഹം ഏറ്റുവാങ്ങും. പിന്നെ ആ വീട്ടുകാരനെ സംബന്ധിച്ചിടത്തോളം പുള്ളി അത് ബാത്റൂമിൽ പോകണമെങ്കിൽ വരെ ഈ ഒരു കോൺട്രാക്ടറുടെ അനുവാദത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കും. എന്ന് വെച്ചാൽ അത്രയ്ക്കും ഈ ആൾ അവിടെ ഇന്നാവും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം തീർച്ചയായിട്ടും ഇതിനകത്ത് ശ്രദ്ധിക്കണം, നിങ്ങൾ എപ്പോഴും ഒരു കമ്പാരിസൺ നടത്തുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ വീട്ടുകാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഈ കോൺട്രാക്ടറെ അങ്ങ് ഏൽപ്പിക്കും. കാര്യം അയാളുടെ അടുത്ത് ചോദിക്കും, ഈ ഒരു കൺസ്ട്രക്ഷൻ പാർട്ട് അല്ലാതെ ഇതിന് ശേഷം വരുന്ന ഓരോരോ കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാം നമുക്കുണ്ട് എന്നുള്ളത് പറയും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത്,
അങ്ങനെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ പുറത്തുനിന്നുള്ള ഒരു കോട്ടും കൂടെ വാങ്ങിച്ചിട്ട് കമ്പയർ ചെയ്യണം. എപ്പോഴും പ്രൈസിങ് മാത്രം നമ്മൾ നോക്കാൻ പാടില്ല. കാര്യം ക്വാളിറ്റിയും ആഫ്റ്റർ സർവീസും എല്ലാം ഒരു മെയിൻ തിങ് ആണ്. അപ്പോൾ അതിനും കൂടെ നമ്മളൊരു പ്രയോറിറ്റി കൊടുക്കണം. അപ്പം നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കോൺട്രാക്ടർ ഒരു വർക്ക് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ആ പരിസരത്ത് പിന്നെ ആ വീടിന്റെ റിലേറ്റഡ് ആയിട്ട് അതായത് ഇദ്ദേഹത്തിന് അല്ലാത്ത രീതിയിൽ വരുന്ന പാർട്ടിന് ഒരാളിനെ ഇൻ ചെയ്യിക്കത്തില്ല. അതെന്ന് പറയുന്നത് അവരുടെ ഒരു ബിസിനസ്സിനാക്കാം നമ്മൾ കൂടുതലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീടിന്റെ സിവിൽ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കായിരിക്കും ഒരു കോൺട്രാക്ടർ അത് എഗ്രിമെന്റ് ചെയ്തിട്ടുണ്ടാവുക. അഡീഷണൽ സ്കോപ്പിനെല്ലാം പിന്നെ സെപ്പറേറ്റ് എമൗണ്ട് അവർ കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ സ്ട്രക്ചർ പാർട്ട് കഴിഞ്ഞിട്ട് വരുന്ന ഓരോ സ്കോപ്പിനും ഇവർ ഓരോ ആൾക്കാരെ ഇറക്കും. എന്നിട്ട് ആ ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഇവർ കമ്മീഷൻ വാങ്ങിക്കും. അത് പക്ഷേ ഈ വീട്ടുകാരറിയില്ല. ഇവർ ഈ വീടിന് വേണ്ടിയിട്ട് വാങ്ങുന്ന ക്യാഷ് കൂടാതെ പുറത്തുനിന്നുള്ള ഓരോ ആൾക്കാരെ ഇറക്കിയിട്ട് ആ വീടിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവർ ത്രൂ ആണെന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് ആ പ്രപ്പോസൽ കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ തേർഡ് പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഇവർ കമ്മീഷൻ വാങ്ങിക്കും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ തട്ടിപ്പൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം വീട്ടുകാർ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു കമ്പാരിസൺ. അത് എപ്പോഴും നല്ലതിനാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ദോഷമൊന്നും ഉണ്ടാവില്ല. പിന്നെ എല്ലാ കാര്യത്തിനും ഒരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പുള്ളിക്ക് എന്തെങ്കിലും ഒരു അസൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പെൻഡിങ് ആയിരിക്കും. ഇപ്പോൾ സ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ട് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് കാര്യങ്ങൾ ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്ടറെ നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. പക്ഷേ അതിനുശേഷമുള്ള ഓരോ മോഡ്യൂൾസും നമ്മൾ ഈ കക്ഷി ത്രൂ ആഡ് ചെയ്യുമ്പോൾ എല്ലാത്തിനും നമ്മൾ ഈ ആളിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കാണുന്നുണ്ട്. കാര്യം നമ്മുടെയൊക്കെ സൈറ്റിൽ നമ്മൾ കണ്ടിട്ടുള്ള പല കാര്യങ്ങളുണ്ട്. അതായത് 4 വർഷം കൊണ്ട് പോലും 1800 സ്ക്വയർ ഫീറ്റ് ഇപ്പോഴും കംപ്ലീറ്റ് ആവാതെ കിടക്കുന്ന പ്രൊജക്റ്റുകളുണ്ട്. ശരിക്കും ആ വീട്ടുകാരെയൊക്കെ മുൾമനയിൽ നിർത്തിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരെയും നമ്മൾ ആക്ഷേപിക്കുകയല്ല. പക്ഷേ ചില ആൾക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് ഇല്ലയെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. കാര്യം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് എക്സ്പീരിയൻസ് നാട്ടിലില്ല. വെറും 7 വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് ആൾക്കാരെ നമ്മൾ കണ്ടും കേട്ടുമൊക്കെയുള്ള ആ ഒരു പരിചയമുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്താണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ ഞാൻ തന്നെ നമ്മളുടെ ഏരിയ സ്പെഷ്യലൈസേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു കസ്റ്റമറെ അപ്രോച്ച് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ പ്രപ്പോസൽ വാങ്ങിക്കാറുണ്ട്. എന്നിട്ട് ആ കസ്റ്റമറോട് ഈ ബിൽഡർ അല്ലെന്നുണ്ടെങ്കിൽ ഈ കോൺട്രാക്ടർ പറഞ്ഞിട്ടുണ്ട്, പുള്ളിക്ക് അത് കൊടുക്കേണ്ട കാര്യം ഇല്ല, നമുക്കതുണ്ടല്ലോ, നമുക്ക് ആളുണ്ടല്ലോ, നമ്മൾ ത്രൂ അത് ചെയ്യിക്കാമല്ലോ, അങ്ങനെ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വീട്ടുകാർക്ക് നമ്മളുള്ള വിശ്വാസം ഉള്ളതുകൊണ്ട് പല സ്ഥലങ്ങളിലും നമുക്ക് ആ പ്രൊജക്റ്റ് കിട്ടിയിട്ടുമുണ്ട്. അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് ഒരു വീട് നമ്മൾ എൻഡ് ടു എൻഡ് കൺസ്ട്രക്ഷൻ നടത്തി കഴിയുമ്പോൾ അതിനകത്തുനിന്ന് മാന്യമായിട്ടാണ് ആ വർക്ക് ചെയ്യുന്ന ഒരു കോൺട്രാക്ട് ആണെന്നുണ്ടെങ്കിൽ അതിന് എത്ര പ്രോഫിറ്റ് എടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരു കല്യാണം നടത്തി കൊടുക്കുന്ന ഒരു ബ്രോക്കർക്ക് കിട്ടുന്ന എമൗണ്ട് പോലും ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കോൺട്രാക്ടർക്ക് എടുക്കാൻ പറ്റത്തില്ല, സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ. എനിക്കറിയാവുന്ന കുറച്ച് ആൾക്കാരുണ്ട്, ഒരുപാട് വർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പോഴും അവർ റിനോൾട്ടിന്റെ കിഡ് എന്ന് പറയുന്ന ചെറിയ കാറിൽ ഹാച്ച് ബാക്ക് സെഗ്മെന്റിലുള്ള കാറിനകത്തൊക്കെയാണ് ഇപ്പോഴും അവർ നടക്കുന്നത്. എന്തുകൊണ്ട് അവർ ഹൈ പ്രൊഫൈലിലേക്ക് പോകുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നു. കാര്യം വീട്ടുടമസ്ഥന്റെ കാശിട്ടിട്ടല്ല ഇവർ വളരേണ്ടത് എന്നുള്ള ബോധ്യം അവർക്കുണ്ട്. ഇവർ ചെയ്യുന്ന കഷ്ടപ്പാടിൽ നിന്നും ഒരു പ്രോഫിറ്റ് നീക്കി വെച്ച് അതിൽ നിന്നും ദൈനംദിന ചെലവുകൾ നടത്തുകയും കുടുംബം പോറ്റുകയും ചെയ്യുന്ന ആൾക്കാരാണ്. 100cc സ്കൂട്ടറിനകത്ത് നടക്കുന്ന മെയ്സൺ കോൺട്രാക്ടറൊക്കെ ഉണ്ട്. അവർക്ക് എന്തുകൊണ്ട് കാറും ഈ പറയുന്ന പോലെ മറ്റുള്ള കാര്യങ്ങളൊന്നും വാങ്ങിച്ചുകൂടാ? അപ്പോൾ അത് സിൻസിയറായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തിയുണ്ട്, ഞാൻ പേര് പറയുന്നില്ല. ഒരു ദിവസം വൈകിട്ട് ഒരു സൈറ്റിൽ നിൽക്കുമ്പോഴാണ് പുള്ളിയുടെ പണിക്കാർക്കെല്ലാം പുള്ളി ക്യാഷ് വീതം വെച്ച് കൊടുത്തിട്ട് ലാസ്റ്റ് പുള്ളി പോക്കറ്റിൽ തപ്പുന്ന ഒരു സീൻ എനിക്ക് ഓർമ്മ വരും. സത്യത്തിൽ അത് നമുക്ക് കണ്ടു നിൽക്കുന്നവർക്ക് ഒരു വിഷമം തോന്നും. എന്നിട്ട് പുള്ളി അത് പുറത്ത് കാണിക്കുന്നില്ല. അപ്പൊ എന്താണെന്നറിയോ, പുള്ളിയുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ നീക്കിയിരിപ്പ് വെക്കാതാണ് പുള്ളിയുടെ പണിക്കാർക്ക് ക്യാഷ് കൊടുത്ത് തീർക്കുന്നത്. പുള്ളി നടക്കുന്ന ഒരു 100cc സ്കൂട്ടറിൽ. അപ്പൊ ഞാനീ പറഞ്ഞു വരുന്നത്, നമ്മൾ ഒരു വർക്ക് കൊടുക്കുമ്പോൾ ആ ആൾ എത്രത്തോളം റെസ്പോൺസിബിൾ ആണ്, പിന്നെ വർക്കിന്റെ കാര്യത്തിൽ എത്രത്തോളം ആ ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് പല സൈറ്റുകളും കണ്ടിട്ടുണ്ട്. എല്ലാം എനിക്ക് തോന്നുന്നു ഒരു 50% മുകളിലും കരണ്ടിപ്പാടാണ് ഇപ്പോൾ. ഇല്ലേ, കരണ്ടിപ്പാടെന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലായോ? ഭിത്തിയൊക്കെ ഇരിക്കുന്ന നട്ടുണ്ടോ? ഇത് ഡേ ലൈറ്റിലല്ല മനസ്സിലാവുന്നത്. നമ്മുടെ ലൈറ്റ് അങ്ങോട്ട് കത്തിക്കും. കത്തിച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു ഷാഡോയിൽ ഈ പറയുന്ന എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അങ്ങനെ ഞാൻ കോൺട്രാക്ട് കൊടുത്തത് എൻ്റെ വീട്. അതോടൊപ്പം പറയുമ്പോൾ നമ്മൾ എല്ലാം പറയണമല്ലോ. ചില കൗശലക്കാരായിട്ടുള്ള ചില കസ്റ്റമേഴ്സ് ഉണ്ട്.
കാര്യം പ്രോപ്പറായിട്ട് പേയ്മെന്റ് പ്രൊവൈഡ് ചെയ്യാതെ എത്രയോ ബിൽഡേഴ്സ് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും നമുക്ക് അറിയാവുന്നതാണ്. കാര്യം പേയ്മെന്റിന് ഓരോ ടൈമും ഓരോ സ്റ്റേജും ഉണ്ട്. ആ ഒരു ലെവലിൽ ആദ്യം കാര്യങ്ങളൊക്കെ കസ്റ്റമറുടെ സൈഡിൽ നിന്ന് കൺസിഡറേഷൻ ഉണ്ടാവും. പിന്നീട് അവർ പറയും നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോയിക്കോ, പിന്നെ അത് റിലീസ് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ നെക്സ്റ്റ് സ്റ്റേജും കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് റിലീസ് ചെയ്യാം, എബ്രോഡിൽ നിന്ന് ഫണ്ട് വരാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഈ ഹാൻഡ് ഓവർ ചെയ്തിട്ട് ഈ കോൺട്രാക്ടറെ ഇട്ട് നടത്തുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെയുള്ള കേസുകൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ പോലെ എല്ലാവരിലും എല്ലാ കാറ്റഗറിയിലും പെട്ട ആൾക്കാരുമുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൊജക്ട് സ്റ്റഡി ചെയ്തതിന് ശേഷം അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ പ്രപ്പോസൽ സബ്മിറ്റ് ചെയ്യുന്നു. കസ്റ്റമർക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടുള്ള സമയം ഞാനിത് കൊടുക്കും. ഏത് രീതിയിലാണ് നമ്മളത് ചെയ്യുന്നത്, എത്രയാണ് അതിൻ്റെ എക്സ്പെൻസസ് ആവുക, ടേംസ് ആൻഡ് കണ്ടീഷൻസ് മെൻഷൻ ചെയ്യും. കാര്യം ഈ പറഞ്ഞതിൽ നിന്നും നമ്മൾ വ്യതിചലിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന എമൗണ്ടിനെ പറ്റി ഒരു ഇൻഫർമേഷൻ എല്ലാം നമ്മൾ അതിൽ എൻഡ് ടു എൻഡ് ഡീറ്റെയിൽ പാസ് ചെയ്യും. ടൈറ്റായിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്യാറില്ല. ഒരു കസ്റ്റമറോടും പറയാറില്ല ഈ ഒരു പ്രൊജക്റ്റ് എനിക്ക് തരണം, എന്നെ കൊണ്ട് മാത്രമേ ചെയ്യിക്കാവൂ എന്നൊന്നും ഞാൻ പറയാറില്ല. പക്ഷെ ഒരു കാര്യത്തിൽ ഒരു ഷുവർട്ടി ഞാൻ കൊടുക്കുന്നുണ്ട്. എന്നെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ കാര്യം ആ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിൽ അത്രയും അഷ്വേർഡ് ആണ്. അത് ഏതറ്റം വരെയും നമ്മളത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. പിന്നെ ആളുകളെന്ന് പറയുന്നത് പല മെന്റാലിറ്റി ഉള്ളവരാണ്. ഇപ്പം ഈവൻ നമ്മളുടെ ക്ലയന്റ് ലിസ്റ്റിൽ പെട്ട ആൾക്കാരല്ലെങ്കിൽ കൂടിയും എൻ്റെ പരിചയത്തിലുള്ള ചില ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പം എൻ്റെ നിയർ ബൈ ഉള്ളൊരു പ്രൊജക്ട് വർക്ക് സൈറ്റിൽ ചെന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം. ആ ആളിന് വർക്ക് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് എനിക്കറിയാം. ഒരു പിരിവ് സംബന്ധിച്ച് ഞാൻ വേണ്ട രീതിയിൽ അവരെ കൺസിഡർ ചെയ്യാത്തതിൻ്റെ പേരിൽ അവരങ്ങനെ പറഞ്ഞത്. ഈ പിരിവിൻ്റെ കാര്യം പറയുമ്പോഴാണ് ഇപ്പോൾ ചില സമയത്ത് ഓഫീസിലിരിക്കുമ്പോഴത്തേക്ക് ഒരു 4-5 പേര് വളരെ ഹാപ്പി ആയിട്ട് പ്ലഷറിൽ വന്നിച്ച് കുശലാന്വേഷണങ്ങളൊക്കെ നടത്തിയിട്ട് അത് ഞങ്ങൾ ഇന്ന പോലെ വരികയാണ്, അതിൽ നിങ്ങളും ഒരു പങ്ക് വഹിക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ സൈഡിൽ നിന്ന് സ്പോൺസർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പാർട്ട് ഇന്നതാണ്. എന്തിനു വേണ്ടിയിട്ട്? നമ്മളുമായിട്ട് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്ത ഒരാളിന് വേണ്ടിയിട്ട് നമ്മൾ എന്തിനാണ് സ്പെൻഡ് ചെയ്യുന്നത്? പോളിസി എന്ന് പറയുന്നത് എപ്പോഴും ഗിവ് ആൻഡ് ടേക്ക് അല്ലേ? അങ്ങനെ വേണ്ടേ? നമ്മളോട് ആ ഒരു രീതിയിൽ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് താല്പര്യമുള്ള ഒരാളിന് ഒരു ആവശ്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളത് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ ബാധ്യസ്ഥനാണ് അല്ലേ? അല്ലാത്തവർക്ക് എന്തിനാ? ഇപ്പോൾ ഒരു 8 പേര് ഒരു 9 പേര് ഇങ്ങോട്ട് വന്നിച്ച് നിരത്തി പിടിച്ച് കയറി പിരിവ് ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഇതിൽ പല കാറ്റഗറിയിൽ പെട്ടിട്ടുള്ളതാവാം. അതിൽ ഏതാണെന്നുള്ളതൊന്നും നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ 9 പേര് ഒരു ദിവസം പണിക്ക് പോകുകയെന്ന് വിചാരിക്കുക. ഒരാളിന് 1000 രൂപ വെച്ചിട്ട് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ 9 പേരുണ്ട്, 9000 രൂപ നിങ്ങളുടെ ഒരു ദിവസത്തെ വരുമാനം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഈ 9000 രൂപ നീക്കി വെക്കാൻ നിങ്ങളുടെ മനസ്സ് അനുവദിക്കുമോ? അനുവദിക്കത്തില്ല. കാര്യം എന്താണെന്നറിയോ? നിങ്ങൾ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കഷ്ടപ്പെട്ട് ഓപ്പൺ എയറിൽ വെയിലത്ത് നിന്ന് പണിയെടുത്ത് ഉണ്ടാക്കുന്ന ഈ ഒരു പൈസ എന്ന് പറയുന്നത് വെറുതെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. പക്ഷേ ഇത് നമ്മൾ ചോദിച്ച് ചെല്ലുമ്പോൾ മറ്റൊരാളിൽ നിന്നും ഈസി ആയിട്ട് വാങ്ങിച്ചിട്ട് സ്പെൻഡ് ചെയ്യാൻ നമുക്ക് പ്രത്യേക ഒരു ആവേശം. നമ്മൾ അങ്ങനെ ചിന്തിക്കരുത്. അവരെന്തെങ്കിലും തരികയാണെന്നുണ്ടെങ്കിൽ സന്തോഷപൂർവ്വം അത് വാങ്ങിക്കുക. വാങ്ങിച്ചിട്ട് നന്ദിയൊന്നും പറയണമെന്നില്ല. കിട്ടുന്നത് വാങ്ങിച്ചിട്ട് റെസിപ്റ്റ് എഴുതി കൊടുത്തിട്ട് നിങ്ങളത് പൊയ്ക്കോ, എന്നിട്ട് അത് വേണ്ട രീതിയിൽ നിങ്ങളത് ചെയ്തു. പക്ഷേ കടുംപിടുത്തങ്ങൾ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അത് വളരെ മോശമായിരിക്കും കാര്യങ്ങൾ. ഇപ്പോഴത്തെ മാർക്കറ്റ് സിറ്റുവേഷനെ പറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ട് വന്നത്. അങ്ങനെ അത് പറഞ്ഞ് കുറച്ചങ്ങ് വൈഡായി പോയതാണ്. അപ്പോൾ നമ്മൾ വളരെ കെയർ ചെയ്യുക. വരുമാനത്തിനനുസരിച്ച് മാത്രം നമ്മൾ സ്പെൻഡ് ചെയ്യുക. അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പം എൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഞാൻ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ പോലും നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക. ആഡംബരത്തിന് വേണ്ടിയിട്ട് അത് ചെയ്യാതിരിക്കുക. നമുക്ക് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, അതെല്ലാം ഒന്നും ഞാനിവിടെ പറയുന്നില്ല. കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട്, റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ ജെനുവിൻ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് നമ്മളെല്ലാം മാന്യമായിട്ടുള്ള ഒരു ലാഭം നീക്കി വെക്കുന്നുണ്ട്. എല്ലാ മാസവും കൃത്യമായി കണക്കും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അഭ്യുദയകാംക്ഷികൾ ഇനി ആ ലൈനിലൊന്നും കൂടുതൽ ചിന്തിക്കണം. അപ്പോൾ എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഷംനാഥ് അബ്ദുൾ റഹീം സൈനിങ് ഓഫ്.